അപ്പോൾ റിവേഴ്സ് റിപ്പോർട്ട് എന്താ തോന്നിയില്ലേ? എനിക്കും തോന്നി. അതായത് ബാങ്കിന്റെ കയ്യിൽ കുറേ കാശുണ്ട്. പണം എനിക്കൊരു പ്രശ്നമല്ല. ബാങ്ക് ലോണൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അതിനേക്കാളും കൂടുതൽ കാശ് ബാങ്കിന്റെ ഇരിക്കുക. അപ്പൊ ബാങ്ക് നോക്കുകയാണ് RBIയുടെ കൊണ്ട് കൊടുത്താലോ. അങ്ങനെ ബാങ്ക് RBIയുടെ കയ്യിൽ കാശ് കൊണ്ട് കൊടുക്കുന്നു. രൂപ കുറേ ഉണ്ട് കയ്യിലേ, മുഴുവനായിട്ട് അങ്ങോട്ട് എണ്ണി നോക്കിയിട്ടില്ല, അതുകൊണ്ട് എത്രയുണ്ടെന്ന് അറിയില്ല. അപ്പൊ വെറുതെ കാശ് മേടിച്ച് വെക്കുകയല്ല RBI ചെയ്യുന്നത്. RBI കുറച്ച് അങ്ങോട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കും. ആ ഇൻട്രസ്റ്റ് കൊടുക്കുന്നതാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മേടിച്ച് വെക്കുന്ന കാശിന് RBI കൊടുക്കുന്ന ഇൻട്രസ്റ്റ് നല്ല കൂടുതലാണെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യും? അവിടെ തന്നെ ഇരുന്നോട്ടെ പൈസ എന്ന് വിചാരിക്കും. ഇനിയിപ്പോൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് വളരെ കുറവാണ്, അതായത് റിവേഴ്സ് റിപ്പോ റേറ്റ് വളരെ കുറവാണെങ്കിൽ അപ്പം എന്താ നടക്കുക? RBIയുടെ കയ്യിൽ നിന്ന് കാശ് തിരിച്ച് മേടിച്ച് പബ്ലിക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അത് പബ്ലിക്കായിട്ട് ലെൻഡ് ചെയ്യുക. അപ്പോൾ അവിടെ കുറച്ചുകൂടെ നമുക്ക് ഇൻട്രസ്റ്റ് മേടിക്കാമല്ലോ എന്നുള്ള തോട്ടിൽ. സോ റിവേഴ്സ് റിപ്പോ റേറ്റ് കൂടുതലാണെങ്കിൽ ബാങ്കിൽ RBIയുടെ കയ്യിൽ ബാങ്കുകാർ പൈസ സേഫ് ആയിട്ട് കൊടുത്തേക്കും. റിവേഴ്സ് റിപ്പോ റേറ്റ് കുറവാണെങ്കിൽ അത് പബ്ലിക്കലി ലെൻഡ് ചെയ്യും. അപ്പോൾ ഇനി അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. ബൈ.